കനത്ത ചൂടിൽ സംസ്ഥാനത്ത് വിഷപ്പാമ്പുകളുടെ ശല്യം രൂക്ഷമാണ്. ആലപ്പുഴയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചു. കുട്ടനാട് വൈശ്യംഭാഗത്ത് 65-കാരി ഇന്ദിരയാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചത്. കായംകുളത്ത് 15-കാരിക്കും വയനാട് പടിഞ്ഞാറേത്തറയിൽ ഗോത്ര യുവാവിനും പാലക്കാട് അങ്കണവാടി ജീവനക്കാരിക്കും പാമ്പുകടിയേറ്റു. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചായിരുന്നു ഇന്ദിരയ്ക്ക് മൂർഖന്റെ കടിയേറ്റത്. 20 മിനിറ്റിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ രാത്രി 9:30 മരിച്ചു. ആന്റിവെനം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പട്ടി നന്നായിട്ട് കുരയ്ക്കുന്നുണ്ട്. അതൊരു ചെറിയൊരു അനക്കം കിട്ടിയാലോ അത് കുരയ്ക്കുക, അല്ലാതെ ചവിട്ടിയൊന്നുമില്ല. അമ്മ എന്നോട് പറഞ്ഞു, മോനെ അമ്മേനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് മരിച്ച 42-കാരി സെലീനയുടെ ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. കായംകുളത്ത് ഇന്നലെ 15 വയസ്സുകാരിക്കും അണലിയുടെ കടിയേറ്റു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പെൺകുട്ടിക്ക് ആന്റിവെനം നൽകി. അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ പറഞ്ഞു. വയനാട് പടിഞ്ഞാറത്തറയിൽ ഗോത്ര യുവാവിന് വീടിനകത്ത് വെച്ചാണ് പാമ്പ് കടിയേറ്റത്. എറണാകുളം കാഞ്ഞൂരിൽ പെൺകുട്ടി പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊല്ലത്ത് ആശുപത്രിയിൽ വെച്ച് പാമ്പ് കടിയേറ്റെന്ന സംശയത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയെ നിരീക്ഷണത്തിലാക്കി. കോഴിക്കോട് ഉള്ളിയേരിയിൽ പെരുമ്പാമ്പിനെ കണ്ട് പേടിച്ചോടിയ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വീണ് പരിക്കേറ്റു. കോഴിക്കോട് കല്ലാച്ചിയിൽ പാമ്പ് കടിയേൽക്കാതെ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീട്ടുമുറ്റത്ത് വെച്ച സ്കൂട്ടറിൽ നിന്ന് പാമ്പ് കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീഴുകയായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ ആലപ്പുഴ.